മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗംഗപ്രസാദ് ഇങ്ങനെ കാട്ടിലൂടെ ഓടുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഗംഗ കാണുവാണ് കേട്ടോ, ഓടി അങ്ങ് പോകുന്ന കൂട്ടത്തിൽ കാണുകയാണ് വള്ളത്തിൽ കിരണം, രതീഷും ബൈജും വരുന്ന കാണുവാണ് കേട്ടോ. അപ്പോൾ ഗംഗ ഉടനെ അടുത്തുള്ളൊരു കുറച്ച് കാട് പോലെ കിടക്കുന്ന ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കുകയാണ് കേട്ടോ, ഇവനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. കിരണും ബൈജും രതീഷും കൂടി വള്ളത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയണേ, കാടിനകത്ത് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ പിന്നെ വഴി തെറ്റും, പിന്നെ നമ്മൾ എവിടെ ചെന്ന് കയറുമെന്ന് പറയാൻ പറ്റില്ല, പിന്നെ മടങ്ങി പോകാനും പ്രയാസമാണെന്ന് പറയുവാണ് കേട്ടോ. അപ്പം രതീഷ് പറയും, ഇങ്ങനെ ഒരു കാട്ടിലാണല്ലോ സാറേ അവൻ ജീവിച്ചത്, അവൻ രണ്ടും കൽപ്പിച്ച് നടക്കും, അതുകൊണ്ട് അവന് കാടും നാടുമൊക്കെ ഒരുപോലെയാണെന്ന് പറയുവാണ്. പിന്നെ ബൈജുവും രതീഷും കിരണും കൂടെ നേരെ അങ്ങ് നടന്നു പോവാണ് കേട്ടോ. അത് നോക്കി നിൽക്കുവാണ് ഗംഗപ്രസാദ്. മൂപ്പനും അമലുവും കൂടി ഇങ്ങനെ അവിടെ ഉണ്ട്. അപ്പം അമലു പറയാം, അപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആരെങ്കിലും ഓടി വരണേ എന്നൊക്കെ പറയും. അപ്പം അമലുവിൻ്റെ ശബ്ദം പെട്ടെന്ന് കേൾക്കുവാണേ. കിരൺ പറയും, എവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പം നോക്കുമ്പോൾ തേടാ അവിടുന്ന്. അപ്പം നേരെ അമലു എന്താ പറ്റിയേ? അമലു പറയാം, അപ്പനെ കുത്തിയിട്ട് ആ ദുഷ്ടൻ ഓടിപ്പോയി സാറേ എന്ന് പറയാണ്. അപ്പം കിരൺ പറയാണ്, പൾസ് കുറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈ സമയത്തേക്ക് നമ്മൾ ഗംഗ അവിടെ വെള്ളത്തിൽ ചാടി അവൻ നീന്തി പോകുന്നുണ്ട് കേട്ടോ. കിരൺ പറയും, സാറേ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, പെട്ടെന്ന് കയറ്റ്, അമലു നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പിടിച്ച് വള്ളത്തിലേക്ക് കയറ്റുവാണ് കേട്ടോ. അപ്പോൾ വള്ളക്കാരൻ ചോദിക്കുക, എന്താ പറ്റിയ? സാറ് നോക്കിക്കോളൂ, നീ വീട്ടിൽ പോയിക്കോളൂ അമലു എന്ന് വള്ളക്കാരനും പറയുന്നുണ്ട്. അമലു പിന്നെ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അമലു വീട്ടിലെത്തിയിട്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോൾ വള്ളി മോളെ, അമലു അവൻ അപ്പനെ കുത്തിയമ്മേ, അവൻ തന്നെ വിനായകൻ, അവൻ നമ്മളെ പറ്റിച്ചതാ, ഒരുപാട് പേരെ കൊന്നിട്ട് വന്നവൻ അമ്മേ എന്ന് അമലു പറയും. വള്ളി പറയും, മൂപ്പൻ എവിടെ വള്ളി? അമലു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, മൂപ്പനെ മറ്റേ ഇവിടെ വന്നില്ലേ, ആ സാറ് കയറ്റിക്കൊണ്ട് പോയി എന്ന് പറയാം. അപ്പം വള്ളി പറയുകയാണേ, വേലുവും പറഞ്ഞതാ അമലു പിന്നെ അവൻ ചതിക്കുമെന്ന് പറയാം. അപ്പോൾ അമല് പറയാം, അന്ന് തേൻ വാങ്ങാൻ വന്നൊരു സാറില്ലേ, ആ സാറാണ് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയത്, 2 കൂട്ടുകാരന്മാരും കൂടെയുണ്ട്, അവർ സംസാരിക്കാനൊക്കെ പറ്റുമേ, അവൻ നമ്മളെയൊക്കെ പറ്റിച്ചതമ്മേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഗംഗയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ വള്ളി പറയാം, തേനിൽ വിഷം കലർത്തിയത് മിക്കവാറും ഇവനായിരിക്കുമല്ലേ, ആരും കാണാൻ നമ്മൾ ഒളിപ്പിച്ച് വെച്ച വിനായകനാണോ ഇത് ചെയ്തത്? അമലു പറയാം, അവൻ തന്നെ ആയിരിക്കും ചെയ്തത് എന്ന് തോന്നണമേ എന്ന് പറയാം. അപ്പോൾ വള്ളി പറയാം, നാഴിക്ക് 40 വട്ടം മേലും പറഞ്ഞതാ ചതിയന എന്ന്. എന്നിട്ട് എല്ലാവരും കൂടി അവനെ തേനും പാലും കൊടുത്ത് വളർത്തി അവനിൽ നിന്ന് മറച്ചു പിടിക്കുകയായിരുന്നു. നിൻ്റെ അപ്പനും അങ്ങനെ തന്നെയായിരുന്നു. ഞാനിടയ്ക്ക് സംശയിച്ചപ്പോൾ വഴക്ക് പറയുമായിരുന്നു. അങ്ങനെയുള്ള നമ്മുടെ നെഞ്ചത്ത് തന്നെ അവൻ കുത്തിയല്ലോ മോളെ എന്ന് പറഞ്ഞിട്ട് 2 പേരും കരയുവാണ് കേട്ടോ. വള്ളി പറയണേ, അപ്പന് വലിയ മുറിവാണോ എന്ന് ചോദിക്കുവാണ്. അമലു ഒരുപാട് ചോര പോയെന്ന് പറയുക. വള്ളി പറയുക, കരഞ്ഞുകൊണ്ട് പറയണേ, അവിടെ ഇരുന്നിട്ട് പറയുക, എൻ്റെ മലദൈവങ്ങളെ, എൻ്റെ കുഞ്ഞിൻ്റെ അപ്പനെ ഒന്നും സംഭവിക്കല്ലേ. അമലു അപ്പോൾ വയറ്റിൽ കൈവച്ചിട്ടും കരയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗംഗപ്രസാദ് കായൽ നീന്തുന്നതാണ് കേട്ടോ. കായൽ നീന്തി കയറുന്നതായിട്ട്. അപ്പോൾ ആ സൈഡിലായിട്ട് ഒരാൾ വല വീശുന്നുണ്ട് കേട്ടോ, വീശുവലയ്ക്ക് വീശുന്നുണ്ട്. അവിടെ നീന്തി കയറിയിട്ട് അയാളുടെ അടുത്തേക്ക് പോവാണ് ഗംഗപ്രസാദ്. അപ്പോൾ വീശുന്ന ആൾ ചോദിക്കുക, എന്താ സാറേ വെള്ളത്തിൽ വീണതാണെന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയും, ഞാൻ വെറുതെ ഒന്ന് നീന്തിയതാ, കാറങ്ങ് അപ്പുറത്ത് ഇട്ടിട്ട് വന്നത്, അതിനകത്ത് ഡ്രസ്സുണ്ട്, മീനൊക്കെ കിട്ടിയോ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ വീശുകാരൻ പറഞ്ഞ്, കുറച്ച് സിലോപ്പിയുണ്ട്. ഗംഗ എവിടെ? ദേ അതിനകത്തുണ്ട് എന്ന് വീശുകാരൻ പറയുക. അപ്പോൾ ഗംഗ ചോദിക്കുകയാണ്, ഇതിന് എത്ര രൂപയാണ് ചേട്ടാന്ന് ചോദിക്കുമ്പോൾ വീശുകാരൻ പറയാം, അയ്യോ ഇത് അടുത്ത ഷാപ്പിൽ കൊടുക്കാനുള്ളതാണ്, എന്നിട്ട് വേണം 2 കുപ്പി കള്ള് വാങ്ങാനെന്ന് പറയുമ്പോൾ ഗംഗ പറയാം, ചേട്ടാ ഞാൻ പൈസ തന്നാൽ കള്ള് വാങ്ങാമല്ലോ. അപ്പോൾ വീശുകാരൻ പറയണം, ഒരു 1000 രൂപ കിട്ടിയാലേ എനിക്കിത് കൊടുക്കാൻ പറ്റൂ സാറേ എന്ന് പറയുമ്പോൾ ഗംഗ പറയും, ഞാൻ 2000 രൂപ തരാം, ഇതെനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുക. വീശുകാരൻ പറയാം, ഇനി ഷാപ്പുകാരുടെ അടുത്ത് എന്ത് പറയാൻ പറ്റുമെന്തോ, എന്നാൽ കവറിലാക്കട്ടെ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയാം, ആക്കിക്കോ ചേട്ടാ, ആ ഫോണൊന്ന് തരാമോ, നീന്തിയത് കൊണ്ട് ഫോൺ എടുത്തില്ല, അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനാണ്, തരാമോ എന്ന് ചോദിക്കുമ്പോൾ വീശുകാരൻ ദാ ഫോണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഗംഗ ചുറ്റും നിന്നിട്ട് നോക്കുവാണ്, ആരെങ്കിലുമൊക്കെ പുറത്തുണ്ടോ എന്ന് നോക്കിയിട്ട് ഒറ്റ ചവിട്ട്. അപ്പോൾ തെറിച്ച വെള്ളത്തിൽ ഇയാൾ വീഴുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മൂപ്പൻ ഹോസ്പിറ്റലാണ്, ഡോക്ടേഴ്സൊക്കെ നോക്കുന്നുണ്ട്. കിരൺ, രതീഷ്, ബൈജു ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് കേട്ടോ. കിരൺ പറയടാ, അവളും അബദ്ധം കാണിച്ചല്ലോ,
അവൾ അവനെ പ്രേമിച്ചു എന്നാണ് വേലു പോലും പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ രതീഷ് പറയാം, അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവനെപ്പോലൊരുത്തൻ അവന് പരിചയമില്ലാത്ത ഏതൊരു പെണ്ണിനെയും സംസാരിച്ചവൻ വീഴ്ത്തുമല്ലോ. ബൈജു പറയുവാണ്, ഓനെ കണ്ടാൽ ആർക്കും സംശയമൊന്നും തോന്നുന്നില്ലല്ലോ അളിയാ, കാണാനും കൊള്ളാം. അപ്പോൾ കാട്ടിൽ താമസിക്കുന്ന പെണ്ണിനെ അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയാം. അപ്പോൾ കിരൺ പറയും, വേലു പറഞ്ഞു വെച്ച് പെണ്ണല്ലേടാ അവൾ, ഓർമ്മ വെച്ച കാലം മുതൽ അവൻ അങ്ങനെയൊരു അടുപ്പമുണ്ടല്ലോ, അതറിഞ്ഞു വെച്ചിട്ട് അവൾ എന്തിനാടാ അവനൊപ്പം പോയത്. ആ ബൈജു പറയും, ആ ദുഷ്ടന് ഒരു ലക്ഷ്യമുണ്ടല്ലോ അവിടെ എത്താൻ, അവൻ ആരെയെ സ്വാധീനിക്കും, എന്തും ചെയ്യുമെന്നൊക്കെ പറയുവാണ്. അളിയൻ തല്ലിച്ചതച്ച അവനെ ചവറാക്കിയതല്ലേ, പോരാത്തതിന് അവൻ സംസാരിക്കത്തുമില്ല. രതീഷ് പറയാം, അത് അവൻ്റെ അഭിനയമാകാനാണ് സാധ്യത. കിരൺ പറയും, എന്തൊക്കെ പറഞ്ഞാലും കള്ളത്തരമില്ലാത്തൊരു കുടുംബത്തിൻ്റെ നട്ടലൊടിഞ്ഞു. രതീഷ് പറയും, സാറല്ലേ അബദ്ധം കാണിച്ചത്, അവനെ കൊന്നൊന്ന് ഉറപ്പ് വരുത്തിയെങ്കിലും കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നു. കിരൺ പറയും, അതെനിക്കും മനസ്സിലായി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കല്യാണി അമ്മയെ ഐസിയുവിന് മുൻപിൽ നിൽപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. രതീഷ് പറയാം, എന്നാൽ പോയിട്ട് വാ. ബൈജു പറയാ, രതിയളിയ ആർക്കും സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ, ഓൻ പുറത്തല്ലേ, എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് അവൻ പുറത്ത്. കൊട്ടേഷൻ ടീമും ഉണ്ട്, അവരുമായിട്ട് അവൻ ഒന്നിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ പേടി തുടങ്ങി. രതീഷ് പറയും, ഇങ്ങനൊരു സാഹചര്യത്തിൽ കാർത്തിയുടെ കല്യാണം നടക്കുമോ എന്തോന്ന് പറയുവാണേ, കാരണം കാർത്തിയുടെ കല്യാണം നടന്നവന് ഉറപ്പായിട്ടും വരുമല്ലോ. അപ്പോൾ ബൈജു പറയും, നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിക്കേ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം കെട്ടി കാർത്തിയേച്ചിയുടെ വീട്ടിൽ അകത്ത് കയറിയില്ലേ, അങ്ങനെയൊരുവൻ ഏതൊക്കെ വേഷത്തിലായിരിക്കും വരിക എന്ന് പറയാൻ പറ്റില്ല, പടച്ചോന് മാത്രമേ അറിയാൻ ഒക്കത്തുള്ളൂ. ഹോസ്പിറ്റലിൽ നമ്മുടെ ഐസിയുവിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ, ചന്ദ്രസേനൻ സാറിൻ്റെ ഐസിയുവിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കല്യാണിയും രൂപി ഇരിക്കുന്നുണ്ട് കേട്ടോ. കിരൺ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുക, എന്തായി കിരണേട്ടാ? അപ്പോൾ കിരൺ പറയാ, ഇവിടെ കാഷ്വാലിറ്റിയിൽ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, ആ കാട്ടുമൂപ്പനില്ലേ പുള്ളിയാണ് കൊണ്ടുവന്നേക്കണേ. കല്യാണി ചെയ്യോ, അയ്യോ എന്തു പറ്റി? കിരൺ പറയും, ഒന്നും പറയേണ്ട കല്യാണി, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതിനേക്കാൾ വല്ലാത്തൊരു ലൈഫാ ഗംഗയുടേത്. അവൻ അമലുവിനെ സ്വാധീനിച്ച് വേലുവിനെ വിഷമിപ്പിച്ച കഥ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. ഞങ്ങൾ കാട്ടിൽ എത്തുമ്പോഴേക്കും അവനെ വിശ്വസിച്ചിരുന്ന കാട്ടുമൂപ്പന് കഥകളെല്ലാം അറിഞ്ഞിരുന്നു. മൂപ്പൻ അവനെ ചോദ്യം ചെയ്ത് തല്ലാൻ ഒരുങ്ങിയപ്പോൾ അവൻ തിരിച്ചു തല്ലി മൂപ്പനെ ഒരു മൂർച്ചയുള്ള കമ്പ് കൊണ്ട് കുത്തി എന്നിട്ട് പോയി എന്ന് പറയണം. കല്യാണി രൂപയും പെട്ടെന്ന് ഞെട്ടുക. കിരൺ പറയുക, ഏതാണ്ട് 3/4 തീർന്ന അവസ്ഥയിലാണ് മൂപ്പനെ ഇവിടെ എത്തിച്ചത്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല. രൂപ പറയുക, മോൻ പറഞ്ഞത് ശരിയാ, സിനിമാ കഥയെ വെല്ലുന്ന സ്റ്റോറിയാണ് അവൻ്റേത്. കല്യാണി പറയുക, അങ്ങനെയുള്ളവന് പുറത്താണമ്മേ, എന്താ ചെയ്യുക, ഇനി ലക്ഷ്മിയമ്മയുടെയും കാർത്തികയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ഭയമാണ് കേട്ടോ കല്യാണി പറയുന്നത്. കിരൺ പറയാം, അവനാണ് ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നെന്ന് ഉറപ്പായി. കല്യാണി പറയാം, കിരണോട്ടോട് ഞങ്ങളെല്ലാവരും പറഞ്ഞതല്ലേ അവൻ മരിച്ചിട്ടില്ല എന്ന്. കിരൺ പറയാം, അതിലുപരി നിൻ്റെ സ്വപ്നമാണ് എന്നെ അത്ഭുതപ്പെടുന്നത്, അതിപ്പോൾ യാഥാർത്ഥ്യമായില്ലേ എന്ന് പറയുവാണേ. അപ്പോൾ രൂപ പറയും, ഇനി കാർത്തിക്കും ലക്ഷ്മിയമ്മയ്ക്കും മാത്രമല്ല എല്ലാവരും സൂക്ഷിക്കണം, പ്രത്യേകിച്ച് നീ രാത്രിയൊക്കെ ഒഴിവാക്കണം മോനെ, എന്തെങ്കിലും പകലായാലും എന്തായിരിക്കും സംഭവിക്കാമെന്ന് അറിയില്ലെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയും, രാത്രിയായാലും പകലായാലും സംഭവിക്കും അമ്മയെന്ന് പറയുവാണേ. കിരൺ പറയാം, അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ രൂപ പറയാം, അച്ഛൻ ഇപ്പോൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുവാണ്, ഇപ്പോൾ വിഷം അകത്ത് ചെന്നിട്ട് കുടൽ പോലും പൊള്ളിപ്പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്, നാക്കിനും തൊണ്ടയ്ക്കും ഒക്കെ പൊള്ളലേറ്റിട്ടുണ്ട്. കല്യാണി പറയുക, അതിനകത്ത് വിഷം മാത്രമല്ല കിരണേട്ടാ, സയനൈഡ് പോലത്തെ എന്തൊക്കെ ഒന്ന് കലർന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കിരൺ പറയാം, ആ തേൻ എല്ലാവരും ടേസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഗംഗയുടെ ജോലി എളുപ്പമായിരുന്നു, പക്ഷേ അവൻ അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ, ഇനി അവനെ കണ്ടെത്തി കൊന്നു കളഞ്ഞിട്ട് എനിക്ക് വിശ്രമമുള്ളൂ എന്ന് പറയുവാണേ. പിന്നീട് കാണിക്കുന്ന അമലു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ്. മൂപ്പൻ ഗംഗയോട് വന്ന് ചോദിക്കുന്നതും ഗംഗ മൂപ്പനെ കുത്തുന്നതും ആ രംഗങ്ങളൊക്കെ അമലു ഇങ്ങനെ ഓർത്തിരുന്ന് കരയുവാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ അവളുടെ വയറ്റിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇടയ്ക്ക് അമലു പുറത്ത് പോയി ഛർദ്ദിക്കുന്നുണ്ട് കേട്ടോ. അമലുവിന് ആ ഒരു വിഷമം ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്നിട്ടും അവൾ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുക. എന്നിട്ട് അവൾ വയറ്റിൽ ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അമലു പറയണ, ആ ദുഷ്ടൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ തുടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ വരുന്നതായിട്ടാണ് കേട്ടോ, കാഷ്വാലിറ്റിയിൽ ഡോക്ടർ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് കിരൺ ചോദിക്കുക, ഡോക്ടർ എന്തായി മൂപ്പൻ എങ്ങനെയുണ്ട്? ജീവൻ്റെ ഒരു തുടിപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കൊണ്ടുവന്നപ്പോൾ, പക്ഷേ അതിപ്പോൾ നിന്നു. അയ്യോ, അപ്പോൾ കിരൺ അങ്ങ് ഞെട്ടുവാണ് കേട്ടോ. രതീഷും കിരണും ബൈജു എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ആ ഒരു ഞെട്ടൽ മാറുന്നില്ല കേട്ടോ. അപ്പോൾ കല്യാണി ചോദിക്കുക,
പിന്നെ കിരൺ നേരെ കല്യാണ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുക എന്തായി കിരണേട്ടാന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാ മൂപ്പൻ പോയി. രൂപയും കല്യാണിയും ഞെട്ടു കേട്ടോ. കല്യാണിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.